ഹേ ഗായ്സ്, ദിസ് ഈസ് സോജ റീബർട്ട് ആരോഡിലേക്ക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഏഞ്ചൽ മെസ്സേജസ് ആണ്. സോ നമ്മൾക്ക് നോക്കാം യൂണിവേഴ്സ് അല്ലെങ്കിൽ ഏഞ്ചൽസ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ സിറ്റുവേഷനിൽ എന്ത് മാറ്റമാണ് വരാൻ പോകുന്നത്, മുന്നോട്ടേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇന്നിവിടെ ഞാൻ പൈലായിട്ട് വെക്കുന്നില്ല. നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഓപ്പൺ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളൊരു മെസ്സേജ് തീർച്ചയായിട്ടും ഈ ഒരു റീഡിങ്ങിൽ ഉണ്ടായിരിക്കും. സോ പോസിറ്റീവായിട്ടിരിക്കുക. ബിസി ആയിട്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു റീഡിംഗ് കാണാതിരിക്കുക. നമ്മൾക്ക് റീഡിങ്ങിലേക്ക് പോകാം. അതിനു മുൻപായിട്ട് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റലിംഗ് കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോഡിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. ആൻഡ് പേഴ്സണൽ റീഡിങ്ങിനായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കുക, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. ഡീറ്റെയിൽസ് എല്ലാം അപ്പോൾ ഞാൻ സെൻഡ് ചെയ്ത് തരാം. അതായിരിക്കും കുറച്ചും കൂടി ഈസി. ഓക്കെ, സോ നമ്മൾക്ക് റീഡിങ്ങിലേക്ക് പോകാം. പോസിറ്റീവായിട്ടിരിക്കുക. ഓക്കെ, ഫസ്റ്റ് തന്നെ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറയാം. ക്വീൻ ഓഫ് സോഡ്സ് കിട്ടിയിട്ടുണ്ട്, സ്ട്രെങ്ത് കാർഡ്, 3 ഓഫ് കപ്സ്, അതേപോലെ തന്നെ 5 ഓഫ് വാൺസ്, 9 ഓഫ് വാൺസ് കിട്ടിയിട്ടുണ്ട്, 4 ഓഫ് വാൺസ്, വിൽ ഓഫ് ഫോർച്യൂൺ, 7 ഓഫ് വാൺസ്, സൺ കാർഡ് ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക്ക് 8 ഓഫ് കപ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. സോ നമ്മൾക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ നിങ്ങൾ സ്പിരിച്വൽ വെയിലാണ് എന്നതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം, നിങ്ങൾക്ക് നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷൻ എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര ഒരു എനർജി ഇല്ലാതെ നിൽക്കുന്നൊരു സിറ്റുവേഷനാണ്, കാര്യങ്ങളെല്ലാം തന്നെ അറിയാം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൊല്യൂഷനിൽ നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം, നിങ്ങൾക്ക് മൈൻഡിനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ സാധിക്കുന്നില്ല. സ്ട്രെങ്തിൻ്റെ കുറവ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, എപ്പോഴും മനസ്സിനകത്ത് ടെൻഷനും കാര്യങ്ങളും എന്തായി തീരും എന്നുള്ളൊരു ടെൻഷൻ എനിക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു സ്ട്രെസ്, ആൻസൈറ്റി, ഡിപ്രഷനിലൂടെ ഒക്കെ കടന്നു പോകുന്നു. ജീവിതത്തിൻ്റെ പല കാര്യങ്ങളും എന്താകുമെന്നറിയാൻ പറ്റാതെ ടെൻഷനായിട്ട് നിൽക്കുന്നൊരു സിറ്റുവേഷനാണ് കാണിക്കുന്നത്. എപ്പോഴും വിഷമവും കാര്യങ്ങളും, എന്നാൽ ആരുടെടുത്തും തുറന്നു പറയാനും പറ്റുന്നില്ല. ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരുന്നൊരു സിറ്റുവേഷൻ ഇവിടെ ഭയങ്കരമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. കുറേ നാളായിട്ട് ജീവിതത്തിൽ വെയിറ്റിംഗ് എനർജി, ഒന്നും അങ്ങോട്ടൊരു ഇമ്പ്രൂവ്മെൻ്റ് ഇല്ല എന്നൊരു തോന്നൽ നിങ്ങളെ നെഗറ്റീവ് ആക്കുന്നുണ്ട്. മുന്നോട്ടേക്കെല്ലാം ശരിയാകുമെന്ന് പലപ്പോഴും തോന്നിയാലും അടുത്ത സെക്കൻഡിൽ വീണ്ടും നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷനാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. ഇപ്പോൾ എന്ത് സിറ്റുവേഷൻ ആയിക്കോട്ടെ, മേ ബി ചിലർക്കിവിടെ റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പ്, നോ കോണ്ടാക്ട്, വെയിറ്റിംഗ് എനർജിയിലാണ്. നിങ്ങൾ ഇപ്പോഴും ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. സ്നേഹം, നിങ്ങൾ ഒരുപാട് സ്നേഹിച്ച വ്യക്തികൾ, മേ ബി അത് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് ആയിരിക്കാം, ഫാമിലി മെമ്പേഴ്സിൽ ആരെങ്കിലും ആയിരിക്കാം. സോ അത് റിലേഷൻഷിപ്പ് എന്ന് മാത്രം ഞാൻ പറയുന്നില്ല, ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും. സ്നേഹം നിങ്ങൾക്ക് എവിടെയോ ഒരു വിട്ടുപോകൽ, വിടവാങ്ങലൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു സ്ട്രെങ്ത് കിട്ടുന്നില്ല, ഭയങ്കര സൈലൻ്റ് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത്. മുന്നോട്ടേക്ക് എന്തായി തീരും എന്നറിയാൻ സാധിക്കുന്നില്ല. മേ ബി നിങ്ങൾ വിവാഹം കഴിക്കണമെന്ന് ആലോചിച്ച് വെച്ചിരുന്ന വ്യക്തിയായിരിക്കാം. 4 ഓഫ് വാൺസ് കിട്ടിയിട്ടുണ്ട്, ബോട്ടം ഓഫ് ദി ഡെക്ക് 8 ഓഫ് കപ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ഇപ്പോഴും നിങ്ങളതിൽ സ്റ്റക്കാണ്. മാസങ്ങളോ വർഷങ്ങൾക്കോ ദിവസങ്ങൾക്കോ മുൻപേ നടന്നിട്ടുള്ളതാവാം, പക്ഷേ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് വരാൻ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് സാധിച്ചിട്ടില്ല എന്നതാണ്. ചിലരുടെ കേസിൽ അത് ക്യാഷ് വേസ് കാര്യങ്ങൾ കൂടിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഒരു സ്ഥിരമായിട്ടൊരു ജോലിയോ വരുമാനമോ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ സ്മൂത്തായിട്ട് നടക്കാതെ വരുന്നൊരു സിറ്റുവേഷനോ നിങ്ങളെ ഭയങ്കരമായിട്ട് മെൻ്റലി ഡൗൺ ആക്കുന്നതായിട്ടും, വെയിറ്റിംഗ് എനർജി, അതായത് ഈ മാസം ഒരു ജോലി കിട്ടുമെന്ന് വിചാരിച്ചിരുന്നിട്ട് അത് നടക്കാതെ വീണ്ടും വീണ്ടും ഒരു ഡിലേ വരിക, അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോ ഈ മാസം എല്ലാ പ്രശ്നങ്ങളും തീരുമെന്ന് വിചാരിച്ച് ഒരു ഡിലേ വന്ന് അത് അടുത്ത മാസമാകുന്നു, അടുത്ത ആഴ്ചയായി, അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. അത് നിങ്ങളെ വിഷമത്തിലാക്കുന്ന ഒരു അവസ്ഥയാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ. പക്ഷേ നിങ്ങൾക്ക് ഇനി മുന്നോട്ടേക്ക് എന്താണ് നടക്കാൻ പോകുന്നത്, യൂണിവേഴ്സ് എന്താണ് ഈ ഒരു സിറ്റുവേഷനിൽ പറയാൻ പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു സോളാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങൾ അത്രത്തോളം ബ്ലെസ്ഡ് ആണ് എന്ന് തന്നെ പറയാൻ സാധിക്കും. 3 ഡേയ്സ്, 3 വീക്സ്, ഒരു 3 മന്ത്സ്, ഇവിടെ 3 എന്ന് പറയുന്ന നമ്പർ എൻ്റെ പല റീഡിങ്ങിലും എടുത്തെടുത്ത് വരുന്നത് എന്തുകൊണ്ടാണ്? മേ ബി സ്ഥിരമായിട്ട് എൻ്റെ റീഡിങ് കാണുന്നവരുണ്ടായിരിക്കാം. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉടനെ തന്നെ, മേ ബി ഒരു 3 ഡേയ്സിൽ തന്നെ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം പോസിറ്റീവായിട്ട് നടക്കട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു. നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്ന, സമാധാനം കിട്ടുന്ന വാർത്തകൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഈ ഒരു ഡിലേ
മാറിക്കിട്ടും. എല്ലാം ഒറ്റ ദിവസം കൊണ്ട് മാറി മറിയുന്നല്ല. എന്നാലും നിങ്ങൾക്കൊന്ന് പോസിറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു പോസിറ്റീവ് സൈൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ റിലേഷൻഷിപ്പിൽ ഫുള്ളായിട്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് മാറ്റുക. ഒരു കോൾ മെസ്സേജൊക്കെ കിട്ടാനുള്ളൊരു ചാൻസ്, കാര്യങ്ങൾ. ഇപ്പോൾ ജോലിപരമായി നോക്കുകയാണെങ്കിൽ അടുത്തൊരു ജോലിക്കുള്ളൊരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുക, വിസ കാര്യങ്ങളൊക്കെ, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അടുത്തൊരു ബേബി സ്റ്റെപ്പെങ്കിലും എടുത്തു വെക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്നു. ചിലരുടെ കേസിൽ നിങ്ങൾ ഹീൽ ചെയ്ത് ഈ ഒരു 3 ഡേയ്സിൽ തന്നെ മനസ്സിനൊരു മാറ്റം, സ്ട്രെങ്ത് വരുന്നൊരു സിറ്റുവേഷനാണ് ചിലർക്ക് ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് ഇവിടെ കാണാൻ പറ്റുന്നത്. അത് ഏറ്റവും നല്ലതാണ്. കാര്യം അങ്ങനൊരു സ്ട്രെങ്ത് നമ്മളുടെ മനസ്സിന് സ്ട്രെങ്ത് കിട്ടിയാലായിരിക്കും നമ്മൾക്ക് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യാൻ സാധിക്കുക. ഓക്കെ, ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉള്ള ആൾക്കാരാണ് നിങ്ങൾ. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് നിങ്ങൾക്ക് ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ചിലരുടെ കേസിൽ ആ ഒരു സ്ട്രെങ്താണ് നിങ്ങൾ പഴയ നിങ്ങളെ തിരിച്ചു കിട്ടുക, അല്ലെങ്കിൽ കുറേയും കൂടി പോസിറ്റീവായിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരിക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല എന്ന് മനസ്സിലാക്കുക. മുന്നോട്ടേക്കുള്ള നിങ്ങളുടെ ഫ്യൂച്ചറിനെ പറ്റി ആലോചിച്ച് എന്തെങ്കിലും ഇത് ശരിയാകുമോ? പേഴ്സണൽ റീഡിംഗ് എടുക്കുന്ന സമയത്തും കോമൺ ആയിട്ട് വരുന്നൊരു ക്വസ്റ്റ്യനാണ്, റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ആ വ്യക്തി എന്നെ മനസ്സിലാക്കുമോ, അതേപോലെ തന്നെ റീകൺസിലേഷൻ, റീയൂണിയൻ നടക്കുമോ, ഒരുമിച്ചൊരു ഫ്യൂച്ചർ. കൂടുതൽ ആൾക്കാരും മുന്നോട്ടേക്ക് വർഷങ്ങൾക്ക് ശേഷമുള്ള കാര്യത്തെ പറ്റിയൊക്കെ അറിയാൻ ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട്. സോ തീർച്ചയായിട്ടും ഇവിടെ എനിക്ക് പറയാനുള്ളതും അത് തന്നെയാണ്. വിൽ ഓഫ് ഫോർച്യൂൺ വിത്ത് സൺ ഗാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ഹാപ്പി ലൈഫ് തന്നെ ഈ ഒരു വെയിറ്റിംഗ് എനർജിക്കെല്ലാം ശേഷം നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടുന്നതാണ്. ഒരു പാസ്റ്റ് ലൈഫ് ട്രോമ നിങ്ങൾ ഹീൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. കാര്യം ബോട്ടം ഓഫ് ദ ഡെക്ക് നമ്മൾക്ക് 8 ഓഫ് കപ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. മുന്നോട്ടേക്കും ആ ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ മാത്രം, അങ്ങനെ ആ ഒരു മനസ്സിലെ വിങ്ങൽ, അങ്ങനെ തന്നെ ആ ഒരു വിഷമം, എന്തൊക്കെ കിട്ടിയാലും നഷ്ടപ്പെട്ടതിനെ ഓർത്തൊരു ദുഃഖിക്കുന്ന ഒരവസ്ഥ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. സോ അത് നിങ്ങൾ ഹീലിംഗ് ഒക്കെ ചെയ്ത് മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. ബോട്ടം ഓഫ് ദ ഡെക്ക് എന്ന് പറയുമ്പോൾ ആ ഒരു വിഷമം നിങ്ങൾക്ക് ആഴ്ചകളോ മാസങ്ങളോ കൊണ്ടൊന്നും മാറുന്നതല്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മളതൊരു ഹീലിങ്ങിലൂടെ, മെഡിറ്റേഷൻ കാര്യങ്ങൾ, യോഗ, മാനിഫെസ്റ്റേഷൻ, അഫർമേഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ഞാൻ നോക്കട്ടെ, അടുത്ത ദിവസങ്ങളായിട്ട് അഫർമേഷൻസ് മാത്രം വെച്ചിട്ട് റീഡിങ് ചെയ്യാൻ സമയം കിട്ടാത്തത് കൊണ്ടാണ്. പിന്നെ പേഴ്സണൽ റീഡിംഗ് ഉണ്ട്, അങ്ങനെ എല്ലാം കൂടി വെച്ചിട്ട് സമയം കിട്ടാത്തത് കൊണ്ടാണ്. എന്നാലും ഞാൻ നോക്കട്ടെ, അഫർമേഷൻസ് മാത്രം വെച്ചിട്ട് ഒരു റീഡിങ് ചെയ്യാനായിട്ട്. അതാകുമ്പോൾ നിങ്ങൾക്കത് സേവ് ചെയ്യാം. സേവ് ചെയ്തിട്ട് ഡെയിലി അത് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത്, രാത്രി കിടക്കാൻ പോകുന്ന സമയത്തൊക്കെ തന്നെ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ റിപ്പീറ്റായിട്ട് കേൾക്കാം. ഓക്കെ, അല്ലെങ്കിൽ അതിലെ മെസ്സേജസ് ഒക്കെ നിങ്ങൾക്ക് എഴുതി വെച്ചിട്ട് അത് റിപ്പീറ്റായിട്ട് പറയൂ. ഇത് നല്ലതാണ്. ഒരു പോസിറ്റീവ് ഡേ ബൈ ഡേ നിങ്ങൾക്കൊരു മാറ്റം ലൈഫിൽ വന്നു ചേരും. ഓക്കെ, സോ മുന്നോട്ടേക്കുള്ള നിങ്ങളുടെ ഫ്യൂച്ചറിനെ പറ്റി പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഗുഡ് ഫോർച്യൂൺ, വിൽ ഓഫ് ഫോർച്യൂൺ ആണ്. സോ തീർച്ചയായിട്ടും ഭയങ്കര പോസിറ്റീവാണ്. മെറ്റീരിയലിസ്റ്റിക് അബണ്ടൻസോട് കൂടി തന്നെ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കും. എന്തെങ്കിലും വസ്തു റിലേറ്റഡ് കേസോ കാര്യങ്ങളോ, ഡിവോഴ്സോ, വസ്തു റിലേറ്റഡ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറി നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടുന്നൊരവസ്ഥയിലേക്കും പോകുന്നുണ്ട്. ചിലരുടെ കേസിൽ ഹെൽത്താണ് ഏറ്റവും അധികം പ്രശ്നമായിട്ട് നിൽക്കുന്നത്. സോ അത് ഓക്കെ ആകും. ഹെൽത്ത് ഡേ ബൈ ഡേ, അല്ലെങ്കിൽ ഫാമിലിയിൽ ആരെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഡൗൺ ആയിട്ടുണ്ടായിരിക്കാം, അതെല്ലാം ഓക്കെ ആകുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ മാനിഫേസ്റ്റ് ചെയ്യാം. നിങ്ങളെ ഒരുപാട് പേർ കുറ്റപ്പെടുത്തും. ഓക്കെ, ഇവിടെ എനിക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങളെ ഒരുപാട് പേർ കുറ്റപ്പെടുത്തും. നിങ്ങൾ സ്ട്രോങ് ആയിട്ടിരിക്കുക എന്ന് മാത്രമാണ്. ഇപ്പോൾ അതിനൊന്നും മറുപടി പറയാൻ നിൽക്കണ്ട. കാര്യം നിങ്ങൾക്ക് അതിനുള്ളൊരു സമയമല്ല, അല്ലെങ്കിൽ വെറുതെ സമയം കളയാനായിട്ട് നിൽക്കണ്ട. പറയുന്നവർ പറയട്ടെ. ഇപ്പോൾ നിങ്ങൾ ഒരുപാട് കുത്തുവാക്കുകളും കുറ്റപ്പെടുത്തലുകളും ഏറ്റുവാങ്ങേണ്ടി വരുന്നൊരു സമയമാണ്. പക്ഷേ കുറച്ച് നാളുകൂടി കഴിയുമ്പോഴത്തേക്കും നല്ലൊരു ഗുഡ് ഫോർച്യൂൺ, അല്ലെങ്കിൽ ഒരു സ്വീറ്റ് റിവെഞ്ച് തന്നെ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. ഓക്കെ, കുറ്റപ്പെടുത്തിയവരുടെ അടുത്ത് നിന്ന് തന്നെ നല്ല വാക്കുകൾ കേൾക്കാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ തിരിച്ചാരെയും ഒരു റിവെഞ്ചിനോ ബ്ലാക്ക് മാജിക്കോ അങ്ങനെ ഒന്നും ചെയ്യാനായിട്ട് പോകണ്ട. അത് വിട്ടേക്കുക എന്നതാണ് എനിക്കിവിടെ പറയാനുള്ളത്. അതിനുള്ളൊരു സമയം നിങ്ങൾക്ക് മുന്നോട്ടേക്ക് വരും. കുറ്റപ്പെടുത്തലുകളൊക്കെ ഒരുപാട് ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരുപാട് പേരുടെ വാക്കുകൾ നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുള്ളതായിട്ടൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. പോട്ടെ, സാരമില്ല, നല്ലൊരു സമയം മുന്നോട്ടേക്ക് വരും. ഇവരെ കൊണ്ട് തന്നെ മാറ്റി പറയിപ്പിക്കാൻ പറ്റുന്നൊരു അവസ്ഥ വരും. നിങ്ങൾ ഇപ്പോൾ സൈലൻ്റായിട്ട് നിൽക്കുക എന്നതാണ് എനിക്കിവിടെ പറയാനുള്ളത്. കാര്യം നിങ്ങൾക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യത്തിൻ്റെ പുറകെ എനർജി കളയാതിരിക്കുക എന്നതാണ്. ഓക്കെ, അതിനുള്ളൊരു സമയം വരും. പക്ഷേ ഇപ്പോഴല്ല, സമയം വരുമ്പോൾ ഞാൻ പറയാം. ഓക്കെ, സോ
ഇപ്പോൾ നിങ്ങൾക്കൊരു സ്ട്രെങ്താണ് ലൈഫിൽ ഏറ്റവും അധികം ആവശ്യം. പിന്നെ കൂടുതൽ പേര് ലാഗ് ലൈഫിൽ വരുന്ന സമയത്ത് പെട്ടെന്ന് ഡൗൺ ആവും. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യാം. ഒരു ലാഗ് ചില സമയം ജീവിതത്തിൽ നല്ലതാണ്. ഓക്കെ. എൻ്റെ ലൈഫിലും എന്തെങ്കിലുമൊക്കെ ലാഗ് വന്നു. പക്ഷെ ഞാൻ അതിന് ശേഷം അപ്പോൾ നമ്മൾ ചിന്തിക്കും എന്തുകൊണ്ട് ഇങ്ങനെ വന്നു. പക്ഷെ കുറച്ച് നാളുകൂടി അങ്ങോട്ട് കഴിയുമ്പോഴായിരിക്കും എന്തുകൊണ്ട് ആ ഒരു ലാഗ് വന്നു? ആ ലാഗിലുണ്ടായ എന്തൊക്കെ ബ്ലെസ്സിങ്സും കാര്യങ്ങളും, അത് കാരണം ഉണ്ടായിട്ടുള്ള തിരിച്ചറിവും, അത് കാരണം എനിക്ക് മോശമായിട്ടൊന്നും ഉണ്ടായതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനൊരു ലാഗ് വന്നതുകൊണ്ട്. ഓക്കെ. അറ്റ് ലാസ്റ്റ് എനിക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും കിട്ടുന്നത്. സോ ലാഗ് വരുമ്പം നെഗറ്റീവായിട്ടിരിക്കാതിരിക്കുക. മാനിഫെസ്റ്റേഷൻസ് ഒക്കെ കണ്ടിന്യൂ ചെയ്യുക. ഇടയ്ക്ക് വെച്ചിട്ട് പ്രാർത്ഥനയൊക്കെ മുടക്കാതിരിക്കുക. ചിലപ്പോൾ എന്തെങ്കിലും നെഗറ്റീവായിട്ട് വരുന്ന സമയത്ത് ഇനി ഞാൻ പ്രാർത്ഥിക്കില്ല, അമ്പലത്തിൽ പോവില്ല, പള്ളിയിൽ പോവില്ല, യൂണിവേഴ്സൽ ട്രസ്റ്റ് ചെയ്യില്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളൊരു 21 ദിവസം 21 ഡേ മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ 21 ഡേയ്സ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ടൊന്ന് പ്രാർത്ഥിച്ചു നോക്കൂ. ജീവിതത്തിൽ നല്ലൊരു മാറ്റം നിങ്ങൾക്ക് കണ്ടുവരും. അല്ലെങ്കിൽ അഫർമേഷൻസ് ഒക്കെ യൂസ് ചെയ്ത് നോക്കൂ. നല്ലൊരു മാറ്റം ജീവിതത്തിൽ വരും. ഷുവറാണ്. 21 ഡേയ്സ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് നോക്കൂ, പ്രാർത്ഥിച്ചു നോക്കൂ. ഓക്കെ. ഇപ്പോൾ ഇന്ന് പ്രാർത്ഥിച്ചു, പിന്നെ 2 ദിവസത്തേക്ക് പ്രാർത്ഥനയും ഇല്ല, ഒന്നുമില്ല. അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ മാറ്റിയെടുക്കുക. ലൈഫ് ഒന്ന് സ്കെഡ്യൂൾ ചെയ്ത് കൊണ്ടുവരാൻ അറ്റ്ലീസ്റ്റ് ശ്രമിക്കുക. ഓക്കെ. സോ ഹാപ്പി ആയിട്ടിരിക്കുക. നിങ്ങളുടെ ഫ്യൂച്ചറിൽ പ്രത്യേകിച്ച് ഇഷ്യൂസ് ഒന്നും കാണിക്കുന്നില്ല. നിങ്ങൾക്ക് അറ്റ് പ്രസൻറ്റ് എന്താണോ നിങ്ങളുടെ ഇഷ്യൂ അത് മാറി ഒരു ജസ്റ്റിസ് കിട്ടുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ട്രാവൽ പ്ലാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മുന്നോട്ടേക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. സോ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റയിലും കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. ആൻഡ് പേഴ്സണൽ റീഡിങ്ങിനായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കുക, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. ഡീറ്റെയിൽസ് എല്ലാം ഞാൻ സെൻഡ് ചെയ്ത് തരാം. സോ ടേക്ക് കെയർ, ബൈ.